Star with RJ Sean. മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ആൻഡ് ഇത് ക്ലബ് എഫ്എം സ്റ്റാർ ജാം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. മൈഥിലി. ഹായ്. എനിക്ക് മൈഥിലിയിൽ ഏറ്റവും ഇഷ്ടം മൈഥിലിയുടെ കണ്ണാണ്. മൈഥിലിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? എന്റെ കണ്ണ് തന്നെ. എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ കണ്ണുകൾ ഇഷ്ടമെന്ന് വെച്ചാൽ എന്റെ കണ്ണുകൾ കാരണമാണ് ഞാൻ പലരി മാണിക്യത്തിൽ സെലക്ട് ആയതെന്ന് രഞ്ജിത്ത് സാർ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണിനെ സ്നേഹിക്കുന്നു. ഇതിനേക്കാളും നല്ല കണ്ണ് കണ്ടിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും? ബിപാഷ ലൈക്ക് അത് പറഞ്ഞപ്പോഴാ ബിപാഷയുടെ ഏതോ ഒരു സാമ്യത ഫീൽ ചെയ്യുന്നുണ്ടോ? അത്രക്ക് വേണോ? ഒരു പെൺകുട്ടിയിൽ ഏറ്റവും കൂടുതൽ കണ്ണാണോ ഏറ്റവും സുന്ദരമായിട്ട് നോട്ട് ചെയ്യുന്ന ആൺപിള്ളേർ? കണ്ണും ലിപ്സും ആയിരിക്കാം. സോ കണ്ണും ലിപ്സും ആണെങ്കിൽ കണ്ണിന് എത്ര മാർക്ക് കൊടുക്കും മൈഥിലിക്ക്? 10ല് 10 കൊടുക്കുന്ന ഏതെങ്കിലും കണ്ണുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ? ഷാരോൺ സ്റ്റോൺ. അതില് ശരിക്കും ആ ഒരു ഭംഗിയല്ല, ശരിക്കും കണ്ണിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു പവറാണ്. ലിപ്സിന് 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ൽ 10 കൊടുക്കുന്ന ലിപ്സ് ആരുടെയാണ്? ഐശ്വര്യ റായ് എനിക്ക് ഇഷ്ടമാണ്. മൈഥിലി ഭയങ്കര സോഫ്റ്റ് ആണോ? വാട്ട് മേക്സ് യു ഡിഫറെന്റ്? ഞാൻ സോഫ്റ്റും അല്ല ഹാർഡും അല്ല, ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. സോൾട്ട് ആണോ പെപ്പർ ആണോ? പെപ്പറാണ്. ആക്ച്വലി ഞാൻ നേരത്തെ ആണെങ്കിൽ പെട്ടെന്ന് ചൂടാവുമായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റി. സംതിങ് ഇൻ യു അല്ലെ മൈഥിലി എന്ന് പറയുമ്പോൾ തോന്നുന്ന? മൈഥിലി എന്നല്ല, ഈ റീമ കല്ലിങ്കലാണെങ്കിലും രമ്യ നമ്പീശനാണെങ്കിലും എവറി ആർട്ടിസ്റ്റ് എല്ലാവരും ഡിഫറെന്റ് ആണ്. നമ്മൾ പറയാറുണ്ട് നമ്മൾ രണ്ടിന്റെ ക്യാരക്ടർ ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ അത് സത്യമല്ല, വളരെ കള്ളമുള്ള കാര്യമാണ്, വളരെ സത്യസന്ധമല്ലാത്ത കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളെ പോലും ഒരാൾക്കും ആവാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് എന്നുള്ള മൂവിയിലെ ഹീറോയിൻ പറയാ, ഈ അടുത്ത കാലത്ത് മൈഥിലിയുടെ ലൈഫിൽ നടന്നിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഈ അടുത്ത കാലത്ത് എനിക്ക് നല്ലൊരു ക്ലാസ് കിട്ടി. എനിക്ക് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു ക്ലാസ് കിട്ടി. ആരുടെ കയ്യിൽ നിന്ന്? അത് ആരുടെ കയ്യിൽ നിന്ന് എന്നെനിക്ക് പറയാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് എന്റെ എന്താണ് ഞാൻ എന്നുള്ളത് മനസ്സിലായി, അത്രേ ഉള്ളൂ. ബുദ്ധനും ശങ്കരനും തേടി നടന്ന അതേ ചോദ്യം, എന്താണ് ഞാൻ? എന്താണ് മൈഥിലി? ഞാനൊന്നുമല്ല, എന്തൊക്കെയോ വലിയ സംഭവമാണ്. എന്തൊക്കെയോ വലിയ സംഭവമായിട്ടുള്ള മൈഥിലി ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ഓൺ ക്ലബ് എഫ്എം സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star with RJ Sean. കുറച്ച് കറന്റ് ആയിട്ടുള്ള അഫയേഴ്സ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകണം. എന്റെ കൂടെ ഉണ്ട് മൈഥിലി. വെൽക്കം ബാക്ക് ടു ദി ഷോ. താങ്ക് യു. അക്ഷയ തൃതീയ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എല്ലാരും സ്വർണ്ണം മേടിച്ചു. കേരളത്തിൽ എല്ലാരും സ്വർണ്ണക്കടയിൽ ക്യൂ നിൽക്കായിരുന്നു. മൈഥിലി പോയോ സ്വർണ്ണം മേടിക്കാൻ? വാങ്ങിയില്ല. വിശ്വാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതല്ലേ എല്ലാം? വിശ്വാസങ്ങളല്ലേ എല്ലാം. മൈഥിലിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല. എനിക്ക് വിശ്വാസങ്ങളില്ല എന്നല്ല, എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇന്നത് അന്ന ദിവസം തന്നെ പോയി വാങ്ങണം അങ്ങനൊന്നും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വാങ്ങിയിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇന്നാണ് അക്ഷയ തൃതീയ, ഇന്ന് ഇത് വാങ്ങിയാൽ എനിക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചാൽ എനിക്ക് ഇന്ന് ഉണ്ടാവും. ബേസിക്കലി ഐശ്വര്യം കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും? ഇല്ല, അത് സ്വന്തമായിട്ട് വിചാരിക്കണം. മൈഥിലിയുടെ ലൈഫിൽ ഐശ്വര്യം വന്നു എന്ന് വിചാരിക്കണം എപ്പോഴാ? എന്നായിരുന്നു അക്ഷയ തൃതീയ? ആഫ്റ്റർ സോൾട്ട് ആൻഡ് പെപ്പർ. പലരി മാണിക്യം സെലക്ട് ആയപ്പോഴേ എന്റെ ലൈഫിൽ അക്ഷയ തൃതീയ വന്നു. പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, അക്ഷയ തൃതീയ സീസൺ 2. എത്ര ജ്വല്ലറിയിലെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്? മൂവിയിൽ എൻട്രി ചെയ്തതിന് ശേഷം എനിക്ക് 3 or 4 ഐ തിങ്ക് സോ. ഫാൻസിന്റെ തള്ളിക്കയറ്റത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളോ എക്സ്പീരിയൻസോ ഉണ്ടോ? ഞാൻ ഈയിടയ്ക്ക് കൊടൈക്കനാലിൽ പോയപ്പോ കാറിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു മൈഥിലി ജാടക്കാരി. ആരും എഴുതി വെച്ചു. മലയാളത്തിലാണ് എഴുതി വെച്ചത്? അതെ. തമിഴ്നാട്ടിൽ വെച്ച്. കാരണം ആരൊക്കെയാണ് മൈഥിലി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും കുതിരയുടെ പുറത്തായിരുന്നു, കണ്ടില്ല. അപ്പൊ എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നത്. അപ്പൊ ഉണ്ടോ മൈഥിലി ജാടക്കാരിയാണോ? എനിക്കറിയാൻ പാടില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ കാരണം ഹെഡ് വെയിറ്റ് കാണിക്കുന്നവർ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഇറിറ്റേഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒരു ഇറിറ്റേഷൻ എന്നിൽ നിന്ന് വേറൊരാള് അനുഭവിക്കാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. അത് ശരിക്കും നമ്മളുടെ കുറ്റമാണ്, ഒരിക്കലും അവരുടെ കുറ്റമല്ല. അതൊരു തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത് അവരുടെ നേച്ചറാണ്. നമ്മൾ എന്തിനു കോൺഷ്യസ് ആവണം? അവര് ഹെഡ് വെയിറ്റ് കാണിച്ചെങ്കിൽ നമ്മൾ എന്തിനു കോൺഷ്യസ് ആവണം? അത് നമ്മളുടെ കുറ്റമാണ്, അത് എന്റെ കുറവാണ്. നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യരുത്, അത്ര തന്നെ കാണിക്കണം.
ഇത് ചായ കുടിക്കണ നേരം ആൻഡ് ഈ നേരത്ത് എന്റെ കൂടെ ഉണ്ട് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ മൈഥിലി AK47. Here we go. ചായ നമ്മുടെ ഭാരതത്തിന്റെ നാഷണൽ ഡ്രിങ്ക് ആയിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് കേൾക്കണു. ആൻഡ് ഇളനീരിനെ കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിലെ ദേശീയ ഡ്രിങ്ക് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ ഏതാണ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക്? ചായ, ഇളനീർ? ചായ. പക്ഷേ സ്കിന്നിന് നല്ലത് ഇളനീരാണെന്ന് കേട്ടിട്ടുണ്ട്. ചായ ലൈറ്റ് ഓർ സ്ട്രോങ്? സ്ട്രോങ്. അക്ഷയ തൃതീയയുടെ ആഴ്ചയായിരുന്നു. ഡാഷ് പവൻ എന്റെ കയ്യിലുണ്ട് സ്വർണ്ണമായിട്ട്. വേണ്ട, ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ സ്വർണം മേടിച്ചു കൂട്ടാറുണ്ട്. സ്വർണം വാങ്ങിക്കാറുണ്ട്, മേടിച്ചു കൂട്ടാറില്ല. IPL കാണാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. IPL അനുഭവങ്ങൾ പറയൂ. ലാസ്റ്റ് ഇയറിലാണെങ്കിൽ ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെത്തിയപ്പം IPL യൂണിഫോം ഇട്ട് കുറെ പേരെ കണ്ടു. IPL ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഫോളോ ചെയ്യാറില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആരും മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ട് ഞാൻ ശ്രീശാന്തിനെ മാത്രം മനസ്സിലായി എനിക്ക്. അപ്പൊ കൊച്ചിയിലെ ടീമായിരുന്നു, കൊച്ചി ടസ്കേഴ്സ് ആയിരുന്നു. കൊച്ചിൻ ടസ്കേഴ്സ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ബഹളമായിരുന്നു. ഫ്ലൈറ്റിനകത്ത് എങ്ങനെയായിരുന്നു ഈ IPL ടീമുള്ള ഫ്ലൈറ്റിൽ കയറിയ ഒരു കുട്ടി എന്ന രീതിയിൽ പറയൂ? അവർക്ക് ഭയങ്കര സന്തോഷിച്ച ഒരു ട്രിപ്പ് പോലെയാണ്. ഈ നമ്മളൊക്കെ എക്സ്കർഷൻ ഒക്കെ പോകത്തില്ലേ, കണ്ടിട്ട് മനസ്സിലായി ഇത് പ്ലേയേഴ്സ് ആണോ പേര്? എനിക്ക് മനസ്സിലായി, കാരണം ലാൻഡ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. കാരണം ടാറ്റോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് പേരാരുടെ അറിയില്ല. അന്ന് ടാറ്റോ ഉള്ളത്, ടാറ്റോ ഉള്ള കൈ ബ്രണ്ടൻ മെക്കല്ലം. എങ്ങനെയുണ്ട് പയ്യൻ? അയ്യോ ചുള്ളൻ. ശരി, ഞാനും അടുത്ത വർണ്ണത്തിൽ ടാറ്റോ ചെയ്ത കൈയുമായി IPL കളിക്കാൻ പോകുന്നുണ്ട്. ഞാൻ തിരിച്ചറിയും. സ്വന്തം പൈസ കൊണ്ട് ഇൻഡസ്ട്രിയിൽ വന്നു. എന്തൊക്കെ മേടിച്ചു? കാർ മേടിച്ചോ? എത്ര ലക്ഷം രൂപയുടെ? എന്തിനാണ് ഇതൊക്കെ അറിയണേ? ശരി, മൊബൈൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പേടി എന്താണ്? ഓപ്ഷൻ എ മെസ്സേജ് നാട്ടുകാർ കാണും, ഓപ്ഷൻ ബി എന്റെ ഫോട്ടോസ് നാട്ടുകാർ കാണും. ഫോട്ടോസ് മോസ്റ്റ്ലി. ആണോ? എന്റെ സേഫ്റ്റിയേക്കാൾ കൂടുതൽ അതിലുണ്ടാവുന്ന എന്റെ ഫ്രണ്ട്സ്, എന്റെ ഫാമിലി, അതിനെ ഞാൻ നോക്കണം. എനിക്ക് ഇതാര് മൈഥിലി completely unplugged only on Club FM Star Jam. Tan Kanagana Fun. Star Jam with RJ Sean. Maithili, are you sexy or cute or hot? Mood. See, നമ്മൾ എപ്പോഴും സെക്സി ആണെങ്കിൽ സെക്സി ക്യാരക്ടേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ക്യൂട്ട് ആണെങ്കിൽ ക്യൂട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാം, ഹോട്ട് ആണെങ്കിൽ ഹോട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാം. 3 ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുന്ന ഫേസ് ആയിരിക്കണം. ഹോട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ? ആലോചിക്കും, വീട്ടിൽ ചെന്നിരുന്ന് ഇങ്ങനെ പുകഞ്ഞോ എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. വിദ്യാബാലൻ പറഞ്ഞു എനിക്ക് സെക്സി എന്ന് വിളിക്കുന്നത് കോംപ്ലിമെന്റ് ആണെന്ന്. മൈഥിലി ആരെങ്കിലും സെക്സി എന്ന് വിളിക്കുകയാണെങ്കിൽ എന്നെ എന്ത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ക്രെഡിറ്റ് ആയിട്ട് എടുക്കോ, കമന്റ് ആയിട്ട് എടുക്കോ? ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. ആണോ? സെക്സി. താങ്ക് യു. കഴിഞ്ഞ ദിവസം എനിക്കൊരു എന്താ ഇൻട്രസ്റ്റ്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവർ ചോദിച്ചു, ചട്ടക്കാരി എന്ന മൂവിയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു മാഗസിനിൽ വന്നു മൈഥിലി അല്ലെങ്കിൽ നിത്യമേനോൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം മൈഥിലിനെ ആ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലേ ആൾക്കാർ. ഞാൻ ഏത് കണ്ണുകൊണ്ടാണ്? എനിക്കും മനസ്സിലായില്ല അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. മൈഥിലി ആ ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലേ അവർ ആ ഒരു മൂവിക്ക് വിളിച്ചത്. ഞാൻ ആ ഒരു മൂവിക്ക് വിളിച്ചെങ്കിൽ എന്റെ പ്ലസ് ആണ്. ഞാൻ അത്രയ്ക്ക് ഇതായിട്ടാണ് അവരെന്നെ ആ മൂവിക്ക് കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത്. യു ആർ റൈറ്റ്. പക്ഷെ വനിതാ കമ്മീഷന്റെ നാഷണൽ ചെയർപേഴ്സൺ ഇപ്പോൾ ഒരു വലിയൊരു ആപ്പിൽ പെട്ടിരിക്കുക. അവര് സെക്സി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം എന്നേ ഉള്ളൂ, സുന്ദരി എന്നേ അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞു. സെക്സി മീൻസ് ബ്യൂട്ടിഫുൾ, അതാണ് അവരുടെ വാദം. Is that true? Sexy means hot. ആണോ? Yeah. All right, hot sexy girl is here with me. Her name is Maithili. ഇത് Club FM Star Jam. Tan Kanagana. Fun. And Tan Kanagana Music.